ഞാനിതിൻ്റെ പ്രവർത്തകനെയല്ല, ഞാനൊരു കാര്യദർശിയുമില്ല, ഞാനൊരു അഭ്യുദയകാംക്ഷി മാത്രമാണ് കേരൻ ഷെയറിൻ്റെ. പക്ഷേ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവരെ എന്നെ വിളിച്ചാൽ ഞാൻ വരും, ഇനിയും വരും. സന്തോഷം. മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണൽ ആവിഷ്കരിച്ച വിദ്യാമൃതം പദ്ധതിയുടെ 4ാം ഘട്ട ഉദ്ഘാടന ചടങ്ങ് ഇന്ന് ടി വിയിൽ കാണാനിടയായി. ഒരുപാട് സന്തോഷം തോന്നി. കാരണം പലരും സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി PR ഏജൻസികളുടെയൊക്കെ സഹായത്തോടെ പേരും പ്രശസ്തിയും ഒക്കെ പിടിച്ചു പറ്റാൻ വേണ്ടി 1 രൂപ കൊടുത്ത് 1 കോടിയുടെ പേര് ഉണ്ടാക്കാൻ വേണ്ടി, സ്വയം നന്മമരമാണെന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെ നാടകം കളിക്കുന്നൊരു കാലഘട്ടത്തിലാണ് മമ്മൂട്ടിയെപ്പോലൊരു മനുഷ്യൻ കോടിക്കണക്കിന് രൂപ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെ പേരോ പ്രശസ്തിയോ ഒന്നും വേണ്ട. കാരണം അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ തന്നെ ഇതാ നോക്കൂ, SSLC +2 ജയിച്ച നിർധന വിദ്യാർത്ഥികൾക്ക് MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ചേർന്ന് തുടർ പഠനത്തിന് അവസരമൊരുക്കുകയാണ് വിദ്യാമൃതം പദ്ധതിയിലുള്ള മമ്മൂട്ടിയും കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണലും. എത്ര നന്മ നിറഞ്ഞ ഒരു പ്രവൃത്തിയല്ലേ. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവർ, മാതാവോ പിതാവോ നഷ്ടപ്പെട്ടു പോയവർ, ക്യാൻസർ മുതലായ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിലെ വിദ്യാർത്ഥികൾ, പരിമിതമായ ജീവിത സാഹചര്യങ്ങൾ മൂലം മികച്ച പ്രൊഫഷണൽ വിദ്യാഭ്യാസങ്ങളിൽ പഠിക്കുവാൻ കഴിയാതെ പോയവർ, ആദിവാസി മേഖലകളിലെ കുട്ടികൾ എന്നിങ്ങനെ 250ഓളം വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കുക. പദ്ധതിയുടെ ധാരണാപത്രം കെയർ ആൻഡ് ഷെയർ മുഖ്യ രക്ഷാധികാരി മമ്മൂട്ടിയും MGM ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ജാപ്സൺ വർഗീസും ഒപ്പുവെച്ചു. വളരെ വളരെ സന്തോഷം തോന്നി. അതിനപ്പുറം മമ്മൂട്ടി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൂടി കേട്ടപ്പോൾ മനസ്സ് മുഴുവൻ നിറഞ്ഞു. അതുകൊണ്ടാണ് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നിയത്. എന്തായാലും നമുക്ക് മമ്മൂട്ടിയുടെ വാക്കുകൾ ഒന്ന് കാണാം. ആ വാക്കിൽ എല്ലാമുണ്ട്. മമ്മൂട്ടിയുടെ കരുതലും സ്നേഹവും, മമ്മൂട്ടി എന്ന് പറയുന്ന ആ പച്ചയായ മനുഷ്യനെ, ആ നന്മ നിറഞ്ഞ മനുഷ്യനെ നമുക്കിങ്ങനെ ഒപ്പിയെടുക്കാം. പലപ്പോഴും പലതരത്തിലുള്ള ആരംഭശൂരത്വങ്ങളാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാണുന്നത്. ഇടയ്ക്ക് വെച്ച് വിട്ടുപോകും പലരും. ഇത്രയും ദൂരം ഇതിനെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സംഘാടകർ തന്നെയാണ്. അവരെ എത്രത്തോളം അഭിനന്ദിച്ചാലും മതിയാവില്ല. ഓരോ സംരംഭങ്ങളും ഓരോ പ്രോജക്റ്റുകളും കൊണ്ടുവരികയും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുന്നതിൽ ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്യുന്നവരാണ് ഈ കൂട്ടത്തിലുള്ളവർ. നമ്മുടെ പേര് കെയർ ആൻഡ് ഷെയർ എന്നാണ്. ചേർത്ത് നിർത്തിയാൽ മാത്രം പോലെ പങ്കുവെക്കലും കൂടെയുണ്ട്. നമ്മൾ ചേർത്ത് നിർത്തുകയും പങ്കുവെക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ശരിക്കും പറഞ്ഞാൽ മനുഷ്യ ജീവിതം തന്നെ ചേർത്ത് വയ്ക്കലിൻ്റെയും പങ്കുവെക്കലിൻ്റെയും കഥകളാണ്. നമ്മുടെ ലോകം ഇത്രത്തോളം വളർന്നു തന്നെ പരസ്പരം ചേർത്ത് കൂടെ നിർത്തുകയും പങ്കുവെക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്ക് ഉള്ളത് നമുക്ക് മാത്രമല്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണരാകുന്നത്. സ്വാമിജിയുടെയൊക്കെ പ്രസംഗം കേട്ടപ്പോൾ തന്നെ നമ്മളൊക്കെ മനുഷ്യരായി തന്നെ ജനിച്ചല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കുകയാണ്. കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. ആ സങ്കല്പം സജീവമാക്കുന്നത് ഈ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഇത്രത്തോളം കൊണ്ടുവരാൻ സാധിച്ചതിന് വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ കൂടെ പ്രവർത്തിച്ചവരും നമ്മുടെ കൂടെ സഹകരിച്ചവരുമായ ഒത്തിരി ആളുകളുണ്ട്. ഇത് ഒരു പിരിവെടുത്ത് നടത്തുന്ന പരിപാടിയല്ല. പൊതുവെ ഇവിടെയുള്ള ആൾക്കാർ തന്നെ അവരവർക്കുണ്ടാവുന്ന തരത്തിലുള്ള പങ്കുവയ്ക്കലാണ് ഇതിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നത്. ഇതിൽ വിദ്യാമൃതത്തിൻ്റെ ഒരു പരിപാടിയാണ്. വിദ്യാമൃതത്തിൽ തന്നെ ഒരുപാട് പരിപാടികളുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയൊക്കെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, ആദിവാസി സമൂഹത്തിനുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, അവർക്ക് വിദ്യാഭ്യാസ ഉപകരണങ്ങൾ, അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് പരിപാടികൾ വിദ്യാമൃതം എന്ന ഒറ്റ പരിപാടിയുടെ കീഴിലുണ്ട്. ഒരുപാട് ഉപവകുപ്പുകളുണ്ടെന്ന് പറയുന്നത് പോലെ ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് വിദ്യാമൃതം. അതിൻ്റെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്ന് നടത്തുന്നുണ്ട്. ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഹൃദയ ശസ്ത്രക്രിയ, എന്താ പറയുക, നേത്ര ചികിത്സ, അങ്ങനെ ഒരുപാട് പരിപാടികൾ വേറെ ഉണ്ട്. അതൊന്നും ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ഇതൊക്കെ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ മാത്രം സഹകരണം കൊണ്ട് നടക്കുന്നതല്ല. ഈ മനസ്ഥിതിയുള്ള, ഈ മനസ്സുള്ള ആളുകളുടെയൊക്കെ സഹകരണം കൊണ്ട് നടക്കുന്നതാണ്.
ഇതൊരു വലിയ മഹാകാര്യമായിട്ടൊന്നും എൻ്റെ കൂടെ ഉള്ളവരോ ഞാനോ വിചാരിക്കുന്നില്ല, അങ്ങനെ അഹങ്കരിക്കുന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ബോധം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇത്രയും കാലം ഇത് സഹകരിച്ച് ഇത്രത്തോളം എത്തുകയും ഇനിയും അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് തുടരുക, ഞങ്ങളല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നാലെ വരുന്നത്. ഇതുകൊണ്ട് ഇതിൻ്റെ ശരിക്കുള്ള ഗുണങ്ങൾ അനുഭവിച്ചവർ തന്നെയാണ്, അവരിൽ നിന്ന് തന്നെയാണ് ഇത് പകർന്നു കൊടുക്കപ്പെടേണ്ടത്. ഇങ്ങനെ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഈ 250 വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അർഹരായവരെന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും അർഹരായവരായിരിക്കും. വിദ്യാഭ്യാസം നടത്താനുള്ള വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരായിരിക്കണം. വിദ്യാഭ്യാസം നേടാനുള്ള പഠിപ്പും മാർക്കും യോഗ്യതയുമുള്ളവരുമായിരിക്കണം. അല്ലാതെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ 1 കോടി രൂപ സംഭാവന കൊടുക്കാൻ പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നുമില്ല. അങ്ങനെയല്ല, വിദ്യാഭ്യാസം തുടർന്ന് കൊണ്ടുപോകാൻ വയ്യാത്ത മാർക്കുള്ള വിദ്യാർത്ഥികൾ, കഴിവുള്ള വിദ്യാർത്ഥികളെയായിരിക്കും കൂടുതൽ നമ്മൾ സഹകരിപ്പിക്കുക. യുവരസ്യുവാൻ്റെ ഒരു 10ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അത്രത്തോളം കോഴ്സുകളുമുണ്ട്. എല്ലാവർക്കും പൂർണ്ണമായിട്ടും അത് സൗജന്യമായി കൊടുത്ത് നടത്താനുള്ള വകുപ്പൊന്നും അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് 250 പേരാണ്. ഈ 251 പേര് 54 പേര് വന്നാൽ നമ്മൾ കൊടുക്കാതിരിക്കാൻ സാധ്യതയില്ല. ഒരാൾക്കോ 2 ആൾക്കോ കൂടെ കൊടുത്തെന്ന് വരാം. ഇത് വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമല്ല, ഒരു മനുഷ്യത്വമാണ്. ഇതെല്ലാവരും കൃത്യമായിട്ടും അർഹതയുള്ളവർ തന്നെ ഉപയോഗിക്കുമെന്ന് വിചാരിക്കുന്നു. കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. കെയർ ആൻഡ് ഷെയറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നും നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ ഉണ്ടാകണം. ഞാനിതിൻ്റെ പ്രവർത്തകനേ അല്ല, ഞാനൊരു കാര്യദർശിയുമില്ല, ഞാനൊരു അഭ്യുദയകാംക്ഷി മാത്രമാണ് കെയർ ആൻഡ് ഷെയറിൻ്റെ. പക്ഷേ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവരെ എന്നെ വിളിച്ചാൽ ഞാൻ വരും, ഇനിയും വരും. സന്തോഷം. പലപ്പോഴും പലതരത്തിലുള്ള ആരംഭശൂരത്വങ്ങളാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാണുന്നത്. ഇടയ്ക്ക് വെച്ച് വിട്ടുപോകും പലരും. ഇത്രയും ദൂരം ഇതിനെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സംഘാടകർ തന്നെയാണ്. അവരെ എത്രത്തോളം അഭിനന്ദിച്ചാലും മതിയാവുന്നില്ല. ഓരോ സംരംഭങ്ങളും ഓരോ പ്രോജക്റ്റുകളും കൊണ്ടുവരികയും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുന്നതിൽ ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്യുന്നവരാണ് ഈ കൂട്ടത്തിലുള്ളവർ. നമ്മുടെ പേര് കെയർ ആൻഡ് ഷെയർ എന്നാണ്. ചേർത്ത് നിർത്തിയാൽ മാത്രം പോലെ പങ്കുവെക്കലും കൂടെയുണ്ട്. നമ്മൾ ചേർത്ത് നിർത്തുകയും പങ്കുവെക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ശരിക്കും പറഞ്ഞാൽ മനുഷ്യ ജീവിതം തന്നെ ചേർത്ത് വെക്കലിൻ്റെയും പങ്കുവെക്കലിൻ്റെയും കഥകളാണ്. നമ്മുടെ ലോകം ഇത്രത്തോളം വളർന്നു തന്നെ പരസ്പരം ചേർത്ത് കൂടെ നിർത്തുകയും പങ്കുവെക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉള്ളത് നമുക്ക് മാത്രമല്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണരാകുന്നത്.